Friends, welcome to our channel. Now, we will talk about Federal Bank and personal loans. Actually, Federal Bank actually two personal loans. We have online apply easy personal loans. Civil score, salary, minimum salary, easy Federal Bank loans easy. NBFC loans, bank loans easily online available. This is safe bank loan തന്നെയാണ് നിങ്ങൾക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പേഴ്സണൽ ലോൺസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് സംഭവങ്ങളൊക്കെ നോർമലി NBFC-നായിട്ടും കുറവായിരിക്കും നമ്മുടെ ഇതുപോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് നമ്മൾ ഇതുപോലെ ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് പേഴ്സണൽ ലോൺസ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടാത്തവർക്കാണ് ആക്ച്വലി NBFC റെക്കമെൻഡ് ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മണി വ്യൂ അങ്ങനത്തെ കുറേ ഉണ്ടല്ലോ, അതൊക്കെയാണ് NBFC എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലാവാത്തവർക്ക് ഞാൻ എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഫെഡറൽ ബാങ്കിന്റെ പേഴ്സണൽ ലോൺസ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതിന്റെ ഡീറ്റെയിൽസും സംഭവമൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ രണ്ട് ചാനൽ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ GHH വേൾഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ടെക് ന്യൂസ്, മൂവി അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ന്യൂസ് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് തന്നെയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ആകുമ്പോഴേക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റും റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം നമുക്ക് 24 ഹവറിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഫെഡറൽ ബാങ്കിന് വരുമ്പോഴാണെങ്കിൽ നമുക്ക് രണ്ട് പേഴ്സണൽ ലോൺസ് അവൈലബിൾ ആണ്. നമുക്ക് ആക്ച്വലി ഒരെണ്ണം അവരുടെ ഫെഡ് പ്രീമിയം എന്ന് പറഞ്ഞൊരു ഒരു പേഴ്സണൽ ലോണും, അതുപോലെ തന്നെ വേറെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺസ് ആണ്. അപ്പോൾ നോർമലി ആൾക്കാർക്ക് കിട്ടുന്ന ഡിജിറ്റൽ പേഴ്സണൽ ലോണാണ്. കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള കാറ്റഗറിയിലേക്കാണ് ഫെഡ് പ്രീമിയം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഡിജിറ്റൽ പേഴ്സണൽ ലോൺസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ആദ്യം നമുക്ക് മെയിൻ ആയിട്ട് സംഭവം എന്താ, അതിന്റെ ചാർജസും ഇൻട്രസ്റ്റ് റേറ്റും സംഭവമൊക്കെ ആണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് അതന്നെ ഫസ്റ്റ് ആദ്യമായിട്ട് പറഞ്ഞു പോവാം. ഇതിന്റെ പ്രോസസിങ് ചാർജ് വരുന്നത് 2% കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ 10,000 രൂപയാണ് ലോൺ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ആക്ച്വലി മിനിമം എമൗണ്ട് സംഭവമൊക്കെ ഉണ്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. 10,000 രൂപയാണ് നിങ്ങൾ ലോൺ എടുത്തതെന്ന് വെച്ചാൽ അതിന്റെ 2% ആയിരിക്കും നിങ്ങൾക്ക് പ്രോസസിങ് ചാർജ് പിടിക്കുക. അത് പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ ഈ പ്രോസസിങ് ചാർജ് അയച്ചു കൊടുക്കാൻ പറയുന്നതൊക്കെ ഫ്രോഡ് പരിപാടിയാണ്, സൂക്ഷിക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ സംഭവമൊന്നും ആവശ്യമില്ല, എല്ലാം ഓൺലൈൻ തന്നെയാണ്. അതുപോലെ തന്നെ മിനിമം ലോൺ എമൗണ്ട് വരുന്നത് 50,000 രൂപയാണ്. മാക്സിമം ലോൺ എമൗണ്ട് വരുന്നത് 5 ലക്ഷം രൂപയാണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ സിവിൽ സ്കോറും സാലറി സ്റ്റേറ്റ്മെന്റ് സംഭവങ്ങളൊക്കെ ഒരു ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ സാധനം പാസ്സാക്കി തരിക. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ലോൺ ടെനർ നോക്കിക്കഴിഞ്ഞാൽ മിനിമം 12 മാസവും മാക്സിമം 60 മാസമാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 11.99% to 17.49% ആണ് ഫിക്സഡ് ആണ് വരിക. ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ സിവിൽ സ്കോർ. നമുക്കറിയാം നല്ല സിവിൽ സ്കോർ ഉള്ളവർക്ക് ഏറ്റവും കുറഞ്ഞുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. നല്ല സിവിൽ സ്കോർ പൂറാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കുറയും ചെയ്യും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് വേറൊരു കാര്യം. അതുപോലെ തന്നെ പ്രീ ക്ലോസർ ചാർജ് വരുന്നുണ്ട് 3%. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു 5 കൊല്ലത്തിന്റെ ലോൺ എടുത്തു, നിങ്ങൾക്ക് 2 കൊല്ലം ആകുമ്പോഴേക്കും അത് ക്ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് എക്സ്ട്രാ ബാലൻസ് എമൗണ്ട് 3% എക്സ്ട്രാ അടക്കേണ്ടി വരും. എക്സ്ട്രാ ട്ടാ, നഷ്ടമാണ് സത്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ ഡിജിറ്റൽ പേഴ്സണൽ ലോൺസിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം ഏജ് 21 to up to 55 ആണ് വരുന്നത്. അതുപോലെ തന്നെ മിനിമം സാലറി ഒരു 15K 16K ഉണ്ടെങ്കിൽ തന്നെ നോർമലായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ഒരു പേഴ്സണൽ ലോൺസ് കൂടി ഉണ്ട്, നമ്മുടെ ഫിറ്റ് പ്രീമിയം ആയിട്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കൂടി പോവാം. അത് ആക്ച്വലി അതിന്റെ ഫസ്റ്റ് തന്നെ നമുക്ക് ഡോക്യുമെന്റ് റെക്കോർഡ് പറയാം. നമുക്കറിയാം KYC ഡോക്യുമെന്റ്സ് വേണം, ഇൻകം ഡോക്യുമെന്റ്സ് വേണം. ഇൻകം ഡോക്യുമെന്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് 3 month സാലറി സ്ലിപ്പ്, പിന്നെ ഫോം 16 അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ITR, പിന്നെ അല്ലെങ്കിൽ ലാസ്റ്റ് 6 month സാലറി അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ലോൺ ആപ്ലിക്കേഷൻ ഫോം ഡൂലീസ്, അതല്ലെങ്കിൽ അല്ല അതെന്തായാലും വേണം. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിനിമം സാലറി വരുന്നത് 25,000 രൂപയാണ്. 25,000 രൂപ മിനിമം അബോട്ടാ. മാക്സിമം ഏജ് വരുന്നത് 60 ആണ്. മറ്റേ നമുക്ക് 55 ആയിരുന്നു. പിന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് ജോബിൽ വേണ്ടെന്ന് മിനിമം 3 കൊല്ലം നിങ്ങൾ ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്ത ഒരാളായിരിക്കണം, എന്നാലും നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുള്ളൂ. അത് ഫെഡ് പ്രീമിയം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലോൺസ് ആണ്. അത് ചെയ്ത് നമുക്ക് ആ ലോൺ എമൗണ്ട് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മാക്സിമം 25 lakh വരെയൊക്കെ നമുക്ക് പേഴ്സണൽ ലോൺസ് നമുക്ക് ഈ ഫെഡ് പ്രീമിയം ത്രൂ കിട്ടുന്നുണ്ട്. മിനിമം മാക്സിമം തന്നെ വരുന്നത് 60 മാസം തന്നെയാണ്. അതുപോലെ തന്നെ ഫാസ്റ്റർ പ്രോസസ്സിംഗ് ആണ്, മിനിമൽ പേപ്പർ വർക്കാണ്. നമുക്ക് എല്ലാ ബ്രാഞ്ചിലും അവൈലബിൾ ആണ്, ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഡിജിറ്റൽ പേഴ്സണൽ ലോൺസ് ആണ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നത്. ഈസിയായിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് വാരിയിങ് ആണ്, ഡിപ്പെൻഡ്സ് അപ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സെറ്റപ്പിന്റെ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം.
നിങ്ങൾക്ക് നമ്മുടെ ലിങ്ക് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും വിത്തൗട്ട് ഇൻകം പ്രൂഫ് കിട്ടുക. ചില സമയത്ത് നിങ്ങൾക്ക് ITR ചോദിക്കാറുണ്ട്. നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു എന്താ പറയുക, നിങ്ങൾ ഇപ്പോൾ സാലറീഡ് അല്ല, അതായത് ഇപ്പോൾ സെൽഫ് എംപ്ലോയ്ഡ് ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്താലും കിട്ടാറുണ്ട്. ഡിപ്പെൻസ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മിനിമം ഒരു 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്ത് നോക്കാം. അതിൽ ക്രെഡിറ്റ് വരുന്ന സംഭവമാണല്ലോ. എന്നാലും നോർമലി അത് ഒരു എടുക്കുള്ളൂ, അത് വേറെ കാര്യം. പിന്നെ അത്യാവശ്യം നല്ല സിവിൽ സ്കോറും വേണം. ഒരു 720 അബോ ഒക്കെ മിനിമം അബോ ഉണ്ടെങ്കിൽ റിജക്റ്റ് ആവാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ 720 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് അതിനനുസരിച്ച് കൂടുട്ടാ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 750 ആ റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കിട്ടും. 780 അബോ അല്ലെങ്കിൽ 800 അബോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറവായിട്ടുള്ളവരുടെ 11.99% ഇൻട്രസ്റ്റ് റേറ്റിലും കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം നമുക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രോസസ്സിംഗ് ചാർജ് കൂടുതലാണ്. മാക്സിമം നമ്മുടെ ഈ NBFCയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിനിമം നമുക്ക് 3% ഒക്കെ വരാറുണ്ട്. ഇതിൽ നമുക്ക് 2% വരുന്നുള്ളൂ. അങ്ങനെ ഒരു ഗുണം നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ നമുക്ക് ലോൺ നിങ്ങൾക്ക് അപ്രൂവ് ആവുകയാണെങ്കിൽ മാക്സിമം ഡേയ്സ് എന്ന് പറയുന്ന ഒരു 5 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അങ്ങനെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമാൻഡേറ്റും ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി EMI ഡെബിറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് ഈ ഇമാൻഡേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നെറ്റ് ബാങ്കിങ് ത്രൂ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നോർമലി ആദ്യത്തെ ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെയാണ് ആയിരിക്കും നമ്മുടെ EMI കട്ടാവുക കേട്ടോ. സോ അത് ഓർമ്മിച്ച് വെക്കാൻ മറക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് വെക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫൈനും സംഭവങ്ങളൊക്കെ ഒരു ഇമാൻഡേറ്റ് ചാർജ് ഇമാൻഡേറ്റ് മിസ്സായി കഴിഞ്ഞാൽ എക്സ്ട്രാ ചാർജും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മിസ്സാക്കാതിരിക്കരുത്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ പേഴ്സണൽ ലോൺസിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. താല്പര്യമൊക്കെ അപ്ലൈ ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.